എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ഹിന്ദി NCERT സഞ്ജയൻ എന്ന ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ ഹരിഹർ കാക്കയുടെ NCERT സൈറ്റിലുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലുള്ള 10 ക്വസ്റ്റൻ ആൻസേഴ്സ് പാർട്ട് 1 ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട് NCERT സൈറ്റിൽ. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്. ഇതിൽ ബാക്കിയുള്ളത് തേർഡ് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഷോർട്ടും ഉണ്ട്, കുറച്ച് ലോങ് ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ 17th ക്വസ്റ്റ്യൻ, ഹരിഹർ കാക്ക ദ്വാര ठाकुर बारी के नाम ज़मीन लिखने में हो रही देरी के बारे में മെഹൻ ജി ने क्या अनुमान लगाया? ഹരിഹർ കാക്കയാൽ ഠാക്കൂർ ബാരിയുടെ പേരിൽ ലാൻഡ് എഴുതി കൊടുക്കാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹരിഹർ കാക്ക അല്ലേ. അപ്പോൾ അത് വൈകി പോകുന്നതിൻ്റെ കാരണം എന്താണ് മെഹന്ത് ഊഹിച്ചത്, എന്താകാം കാരണം എന്ന് അയാൾ ആലോചിച്ചത്. इसके लिए उन्हें क्या विकल्प नज़र आया? അദ്ദേഹത്തിന് പറഞ്ഞ മെഹന്തിന് ഇതിന് എന്താണ് ഇനിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു അൾട്ടർനേറ്റീവായിട്ട് എന്താണ് തോന്നിയത്? ഹരിഹർ കാക്ക ദ്വാര ഠാക്കൂർ ബാരി കെ നാം ജമീൻ ലിഖ്നെ മേ ജോ ദേരി ഹോ രഹി തീ. ഹരിഹർ കാക്ക ദ്വാര ഹരിഹർ കാക്കയാൽ ഠാക്കൂർ ബാരിയുടെ പേരിൽ ലാൻഡ് എഴുതി കൊടുക്കാൻ അവിടെ വൈകുന്നുണ്ടായിരുന്നു. ഉസ്കെ ബാരെ മേ മെഹൻജീനെ യ അനുമാൻ ലഗായാക്കി. അപ്പം അത് എന്തുകൊണ്ടാണ് വൈകണ് എന്ന് മെഹന്ത് ആലോചിച്ചെടുത്തപ്പോൾ അയാൾക്ക് തോന്നിയത് എന്താണ്? കി ഹരിഹർ ധർമ്മസങ്കടമേ പടുകയാ ഹെ. ആദ്യമായിട്ട് ഹരിഹർ ധർമ്മസങ്കടത്തിലാണ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിലും പറയും ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂഷനിലും വളരെ സങ്കടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. एक और वह चाहता है कि ठाकुर जी को लिख दे. ഒരു തരത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഠാക്കൂർ ബാരിയുടെ പേരിൽ എഴുതാം. കിന്തു ദൂസരി ഓർ ഭായി കെ പരിവാർ കെ മായ മോഹമേ ബന്ധ ജാത്ത ഹെ. പക്ഷേ ഇനി ഒരു തരത്തിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിലോ തൻ്റെ ഫാമിലിയിൽ തന്നെ ബ്രദേഴ്സും പിന്നെ ബാക്കി ഫാമിലിയിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പരിവാർ കെ മായ മോഹമേ പറഞ്ഞാൽ ഫാമിലിയിലെ ആ സ്നേഹത്തിൽ അറ്റാച്ച്മെൻറ്റിൽ ബന്ധ ജാത്ത ഹെ, അതിൽ കുടുങ്ങിപ്പോകും. എന്തായാലും അവരുടെ ഫാമിലി എന്നല്ലേ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഠാക്കൂർ ബാരിയുടെ പേരിൽ എഴുതും എന്നും അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ഈ സ്ഥിതി മേ ഹരിഹർ കാ അപഹരൺ കർ ജബർദസ്തി ഉസ്സെ ലിഖ്വാനെ കെ അതിരിക്ത് ദൂസറ കോയി വികൽപ്പ് നഹി. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? അയാൾ കൂടുതലും ഫാമിലി മെമ്പേഴ്സിന് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുള്ളൂ, ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ ഹരിഹറിനെ അപഹരണം ചെയ്തുകൊണ്ട് പോവുക, പറഞ്ഞാൽ തട്ടിക്കൊണ്ട് പോവുക. എന്നിട്ടോ ജബർദസ്തി നിർബന്ധിച്ച് ഫോഴ്സിബ്ലി ഉസ്സെ ലിഖ്വാനേക്ക് അതിരിക്ത് അയാളെ കൊണ്ട് എഴുതിപ്പിക്കുക, അതല്ലാതെ ദൂസറ കോയി വികൽപ്പ് നഹി. വേറെ ഒരു ഓപ്ഷനും ഇല്ല അവിടെ. ബാദ്മേ ഹരിഹർ സ്വയം രാജി ഹോ ജായക. അങ്ങനെയൊക്കെ ചെയ്താൽ ഹരിഹർ സ്വയം തന്നെ അത് സമ്മതിക്കും. नेक्स्ट क्वेश्चन, മെഹൻ ജി ने ഹരിഹർ കാക്ക का अपहरण किस तरह करवाया? മെഹൻ ജി ഹരിഹർ കാക്കയെ ഏത് വിധത്തിലാണ് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചത്, തട്ടിക്കൊണ്ടു പോകുക, അപഹരണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. हरिहर काका से उनकी ज़मीन का वसीयत करवाने के लिए മെഹൻ ജി ने उनके अपहरण का रास्ता अपनाया. ഹരിഹർ കാക്കയിൽ നിന്ന് ഹരിഹർ കാക്കയുടെ ലാൻഡ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വസിയത്ത് കർവാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസിയത്ത് എഴുതാമെന്ന് നമ്മൾ മലയാളത്തിലും പറയും. പറഞ്ഞാൽ അവരുടെ പേരിൽ എഴുതി വെക്കുക. നമ്മളുടെ സ്വത്തുക്കൾ ഇനി ഒരാളുടെ പേരിൽ എഴുതിയതിന് വസിയത്ത് എന്ന് ഹിന്ദിയിൽ പറയും, വസിയത്ത് എന്ന് നമ്മൾ മലയാളത്തിലും പറയും. അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെഹന്ത് ഉൻകെ അപഹരൺ കാ രാസ്ത ബനായ. ഹരിഹർ കാക്കനെ അപഹരിച്ചു കൊണ്ടുപോകാനുള്ള, തട്ടിക്കൊണ്ടുപോകാൻ, കിഡ്നാപ്പ് ചെയ്യാനുള്ള ഒരു മാർഗം തേടിയത്. इसके लिए आधी रात के आसपास ठाकुर बारी के साधु संत और उनके पक्षधर भाला आड़ासा എന്നല്ല കേട്ടോ, ഇത് ഘടാസ എന്നാണ്, ഘടാസ और बंदूक से लेस एकाएक हरिहर काका के दालन पर आ धमके. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആധി രാത് കെ ആസ്പാസ്, ഏകദേശം മിഡ് നൈറ്റ്, അർദ്ധരാത്രി സമയത്ത് ഠാക്കൂർ ബാരിക്ക് സാധു സന്ത്, ആ ഠാക്കൂർ ബാരിയിലെ ആ ക്ഷേത്രത്തിലെ സന്യാസിമാരും और उनके पक्षधर, പിന്നെ അവരുടെ പക്ഷത്തിലുള്ള കുറച്ച് ആൾക്കാരും, ഭാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്തം എന്നൊക്കെ പറയില്ലേ നമ്മൾ, പറഞ്ഞ ആയുധങ്ങൾ, കുന്തം, പിന്നെ അടാസയല്ല ഘടാസ, ഗമല എന്നുള്ളതിൻ്റെ ഘടാസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു വാള് പോലെയൊക്കെയുള്ളൊരു സാധനമാണ്. പറഞ്ഞാൽ വളരെ നീളത്തിലുള്ള പിടിയും എൻഡിൽ വാള് പോലെ വെട്ടാനുള്ള പാകത്തിനുള്ള അങ്ങനത്തെ ഉള്ളത്. ഓർ ബന്ദുക്ക്, തോക്ക്, സേ ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ തയ്യാറെടുപ്പും കൂടി ആയിട്ട് ഈ ആയുധങ്ങളൊക്കെ കൂടി കയ്യിൽ കൊണ്ട് പെട്ടെന്ന് ഹരിഹർ കാക്കാക്ക് ദാലാൻ പർ ആദംകെ, ഹരിഹർ കാക്കയുടെ ആ ദാലാൻ, ആ വരാമതയിൽ അല്ലെങ്കിൽ വരാന്തയിൽ അവിടെ വന്ന് ഭീഷണി
ഭീഷണിപ്പെടുത്തി. ഹരിഹർ കാക്ക കെ ഭായി ഇസ് അപ്രത്യാശിത് ഹംലെ लिए തയ്യാർ नहीं थे. അപ്രത്യാശിത് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, തികച്ചും പ്രതീക്ഷിക്കാത്ത. ഹരിഹർ കാക്കയുടെ ബ്രദർ ഇതുപോലുള്ളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അറ്റാക്കിന്, ഹംല എന്ന് വെച്ചാൽ അറ്റാക്ക്, ആക്രമിക്കുക, അതിന് തയ്യാറായിരുന്നില്ല. അതെന്താ, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, അത്രേ ഉള്ളൂ. इससे पहले कि वे जवाबी कार्रवाई करे और गुहार लगाकर अपने लोगों को जुटाए. ഇവർ ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് ജവാബി കാർവായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ഒരുക്കങ്ങൾ ചെയ്യുക. കാർവായി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരുക്കങ്ങൾ അതിനു വേണ്ടി ചെയ്യുക. അല്ലെങ്കിൽ ഗുഹാർ ലഗാക്കർ അപ്നെ ലോഗോं को जुटाए, രക്ഷിക്കാൻ നമ്മൾ ഒച്ച വയ്ക്കുക, ബഹളം വയ്ക്കുക. ഗുഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി, അപ്നെ ലോഗോं को जुटाए, അവരുടെ ആൾക്കാരെയൊക്കെ കൂടി അവിടെ പിന്നെ കൂട്ടാൻ. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ചാൻസും ഇവർക്ക് കിട്ടിയില്ല. തബ് തക് ഠാക്കൂർ ബാരി കെ ലോഗ് ഉൻകെ പീഠ് പർ ലാത്ത് കർ ചമ്പത്ത് ഹോ ഗയേ. അപ്പോഴേക്ക് എന്ത് ചെയ്ത്, ഠാക്കൂർ ബാരിയിലത്തെ ആൾക്കാരെ ഉൻകോ പീഠ് പർ ലാത്ത് കർ, ഹരിഹർ കാക്കേനെ ചുമലിൽ എടുത്തിട്ട്, ലാദന എന്ന് വെച്ചാൽ ചുമക്കുക, ചുമന്നിട്ട് ചമ്പത്ത് ഹോ ഗയേ എന്ന് വെച്ചാൽ ഓടിപ്പോയി, ഭാഗ് ഗയേ എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് തിരിച്ചൊന്നും ചെയ്യാനുള്ള ഒരു ചാൻസും കിട്ടിയില്ല. വളരെ രഹസ്യമായിട്ടാണ് മെഹന്തി ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. नेक्स्ट क्वेश्चन, हरिहर काका को छुड़ाने में असफल रहने पर उनके भाई क्या सोचकर പോലീസ് के पास गए. ഹരിഹർ കാക്കയെ അവിടുന്ന് വിടിയിപ്പിക്കാൻ, എവിടുന്ന്, ഠാക്കൂർ ബാരി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടുന്ന്, ആ ക്ഷേത്രത്തിൽ നിന്ന് വിടിയിപ്പിച്ചു കൊണ്ടുവരാൻ അസഫൽ രഹനേസെ, സഫലമായില്ല അവരുടെ ഭായി, ബ്രദർ. തോ ക്യാ സോച്ച്കർ പോലീസ് കെ പാസ് ഗയെ, അപ്പം പിന്നെ എന്ത് വിചാരിച്ചിട്ടാണ്, എന്ത് ആലോചിച്ചിട്ടാണ് പോലീസിൻ്റെ അടുത്ത് പോയത്. ഹരിഹർ കാക്ക കെ ഭായി ഉന്നെ ഠാക്കൂർ ബാരി സെ ചുടാ പാനെ മേ അസഫൽ രഹേ. തോ ഹരിഹർ കാക്കയുടെ സഹോദരൻ ഠാക്കൂർ ബാരിയിൽ നിന്ന് ഹരിഹർ കാക്കയെ വിടിയിപ്പിക്കാൻ അസഫല ഹോഗെ, പറഞ്ഞാൽ സഫലമായില്ല. അപ്പോൾ വേ യഹ് സോച്ച്കർ പോലീസ് കെ പാസ് ഗയെ, പിന്നെ എന്താലോചിച്ചിട്ടാണ് പോലീസിൻ്റെ അടുത്ത് പോയതെന്ന് വെച്ചാൽ, ജബ് വേ പോലീസ് കെ സാത്ത് ഠാക്കൂർ ബാരി പहुंचेंगे तो, ആ പോലീസിൻ്റെ കൂടെ, പോലീസിനെയും കൂട്ടിയിട്ട്, കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസിനെയും കൂട്ടിയിട്ട് ഹരിഹർ കാക്കയുടെ ബ്രദർ ഠാക്കൂർ ബാരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഠാക്കൂർ ബാരിക്ക് ഭീതർ സെ ഹംലെ കരേങ്കെ, ഠാക്കൂർ ബാരിയെ ഉള്ളിൽ നിന്ന്, പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. और സാധു സന്ത് രംഗോ ഹാത്ത് പക്കഡ് ലിയെ ജായെങ്കെ, പിന്നെ അവിടെയുള്ള ആ സന്യാസിമാരെയൊക്കെ കയ്യോടെ പിടികൂടാം. രംഗേ ഹാത്ത് പക്കടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യോടെ പിടികൂടുക, പറഞ്ഞാൽ തെറ്റ് ചെയ്തത് കണ്ട്, പറഞ്ഞാൽ നമുക്ക് തെളിവോട് കൂടിയിട്ട് അപരാധ് കർത്തേ ഹുയെ പക്കഡ് ലേന. അപ്പോൾ അങ്ങനെ പിടിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോലീസിൻ്റെ കൂടെ പോയത്. ലേക്കിൻ ऐसा कुछ भी नहीं हुआ, എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഠാക്കൂർ ബാരിക്ക് അന്തർ സെ ഏക് റോഡ ബി ബാഹർ നഹി ആയ. റോഡ എന്ന് വെച്ചാൽ കല്ലാണ് കേട്ടോ, കല്ലിൻ്റെ കഷ്ണങ്ങൾ. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കല്ലിൻ്റെ കഷ്ണം കൂടി വെളിയിൽ വന്നില്ല. നമ്മൾ പറയില്ലേ, പിടിക്കണത് പോയിട്ട് ഒരു കുട്ടി കൂടി വെളിയിൽ വന്നില്ല എന്ന് പറയില്ലേ, അതാണ്. ഷായദ് പോലീസ് കോ ആത്തേ ഹുയെ ഉന്നോനെ ദേഖ് ലിയാ താ. പോലീസ് വരുന്നത് ഒരുപക്ഷെ ആ ഠാക്കൂർ ബാരിയുടെ അകത്തുനിന്ന് അവർക്ക് മനസ്സിലായി കാണും, അവരെ കണ്ടു കാണും എന്നാണ് പറയുന്നത്. नेक्स्ट क्वेश्चन, पुलिस द्वारा ठाकुर बारी के कमरे से मुक्त कराए गए काका ने वहाँ के महंत पुजारी और साधुओं की किस असलियत से परिचित कराया. പോലീസുകാരാൽ ഠാക്കൂർ ബാരിയുടെ മുറിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഹരിഹർ കാക്ക അവിടെയുള്ള മെഹന്ത്, പൂജാരി, സന്യാസിമാരെ ഇവരെയൊക്കെ കുറിച്ചിട്ട് അവരുടെ അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രൂപം അവരെങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞത്, അതിനെപ്പറ്റി എന്താണ് പറഞ്ഞത്. पुलिस ने को ठाकुर बारी के एक कमरे से निकालकर बंधन मुक्त किया. और പോലീസ് ഹരിഹർ കാക്കേനെ ഠാക്കൂർ ബാരിയുടെ ഒരു മുറിയിൽ നിന്നും പുറത്ത് മാറ്റി ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. പിന്നെ ഉൻകെ മുഹമ്മേ ഠൂസ കപ്പട നിക്കാലാത്തോ, ഹരിഹർ കാക്കാനെ അവരുടെ വായിൽ കുത്തി നിറച്ച, ഠൂസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തി നിറയ്ക്കുക, അങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്ന തുണിയൊക്കെ വെളിയിലെടുത്തു. ആരാ, പിന്നെ ഈ പോലീസുകാരെ, ഹരിഹർ കാക്കയുടെ. എന്നിട്ട് ഠാക്കൂർ ബാരിക്ക് മെഹന്ത് പൂജാരി और साधुओं की കാലി കർത്തൂത്തോം കാ പർദാഫാഷ് കർണ ശുരു കിയ. അങ്ങനെ അതൊക്കെ ചെയ്ത സമയത്ത് ഹരിഹർ കാക്ക ആ ഠാക്കൂർ ബാരിയിലെ മെഹന്തിനെ പറ്റിയിട്ടും പൂജാരിയെ പറ്റിയിട്ടും പിന്നെ അവിടുത്തെ സന്യാസിമാരെ പറ്റിയിട്ടും അവരുടെ എല്ലാം കാലി കർത്തൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്പ്രവൃത്തികൾ, വെറും കർത്തൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്ന് പറയാം. കാലി കർത്തൂത്ത് എന്ന് വെച്ചാൽ ദുഷ്പ്രവൃത്തികൾ, അവർ ചെയ്ത ദുഷ്പ്രവൃത്തികളെ പറ്റിയിട്ട് അവിടെ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. പർദാഫാഷ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പർദ എന്ന് വെച്ചാൽ കർട്ടൻ അല്ലേ, അപ്പോൾ പർദാഫാഷ് എന്ന് വെച്ചാൽ കർട്ടൻ മാറ്റുക, അതിൻ്റെ അർത്ഥം എന്താണ്, ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. നമ്മൾ ഈ കർത്തൂത്ത് പൊതുവേ കൂടുതൽ നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ, നെഗറ്റീവ് വേർഡിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക.
എന്നിട്ട് വഹ സാധു നെഹി ഠാക്കു ഹത്യാരെ കസായി ഹെ. അപ്പോൾ എന്താണ് പറഞ്ഞത് ഹരിഹർ കാക്ക? അവർ സന്യാസിയൊന്നും അല്ല, അവർ ഡാക്കു, അവർ കള്ളന്മാരെ, ഹത്യാരെ കൊലയാളികളാണ്. അവർ കസായി, കസായി എന്ന് വെച്ചാൽ നമ്മൾ കശാപ്പുകാരെന്ന് പറയില്ലേ, ഇറച്ചി വെട്ടണ ഉണ്ടാവില്ലേ, ബച്ചർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ, അല്ലാണ്ട് അവർ സന്യാസിമാരൊന്നും അല്ല. वे उन्हें इस रूप में कमरे में बंद कर गुप्त दरवाजे से भाग गए. അപ്പോൾ ഈ രൂപത്തിൽ പറഞ്ഞാൽ വായിലൊക്കെ തുണി കുത്തി തിരുകി ഇങ്ങനെ ഒരു മുറിയിൽ അവർ അടച്ചിട്ട് ഗുപ്ത് ദർവാജസെ, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള വാതിൽ കൂടി അവർ ഓടിപ്പോയി. इसके अलावा उन्होंने कई सादे और लिखे हुए कागज़ों पर जबरन उनके अंगूठे के निशान लिए താക്കി ജമീൻ ജായദാദ് പർ കബ്സ കർ സക്കെ. ഇതുകൂടാതെ പിന്നെന്താണ് അവർ ചെയ്തത്? ഇസ്കെ അലാവ, ഇത് കൂടാതെ കുറേ അധികം സാദെ പ്ലെയിൻ പേപ്പറും പിന്നെ ലിഖേ ഹുയെ കാഗസ്, എഴുതിയ പേപ്പറിലും ജബ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർസിബ്ലി, നിർബന്ധിച്ച് ഉൻകെ അങ്കൂട്ടേക്ക് നിഷാൻ ലിയെ, അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷൻ വാങ്ങിച്ചു, ചെയ്യിപ്പിച്ചു, ഫോർസിബ്ലി ചെയ്യിപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? താക്കി, സോ ദാറ്റ് ജമീൻ ജായദാദ് പർ കബ്സ കർ സക്കെ, അദ്ദേഹത്തിൻ്റെ ലാൻഡിലും പ്രോപ്പർട്ടിയിലും ഒക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. नेक्स्ट क्वेश्चन, ठाकुर बाड़ी से छुड़ाकर लाए गए हरिहर काका की सुरक्षा के लिए उनके भाइयों ने क्या क्या प्रबंध किए? ടാക്കൂർ ബാരിയിൽ നിന്ന് വിടിപ്പിച്ചു കൊണ്ടുവന്ന ഹരിഹർ കാക്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് എന്തൊക്കെ അറേഞ്ച്മെൻ്റാണ് ചെയ്തത്? പ്രബന്ധ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർപ്പാട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ठाकुर बारी के महंत हरिहर काका को बलपूर्वक अपने साथ न ले जा सके. ठाकुर ബാരിയിലെ മെഹന്ത് ഹരിഹർ കാക്കയെ ബലമായി പിടിച്ച് തൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇസെ റോക്നെ और उनकी सुरक्षा के लिए, അതിനെ തടയാനും പിന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് उनके भाइयों द्वारा अपने रिश्ते नाते में जितने सुरमाते सबको बुला लिया गया था. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് അവരുടെ റിലേഷൻസിൽ എത്ര റിലേറ്റീവ്സ് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അവരുടെ കൂടെ നിൽക്കും, അവർക്ക് എതിരല്ല, അല്ലെങ്കിൽ അവരുടെ വെൽവിഷസ് ആണ് എന്ന് തോന്നുന്ന എത്ര റിലേറ്റീവ്സ് ഉണ്ടോ, സുർമ എന്ന് പറയുന്നത് അതാണ്, അവരുടെ കൂടെ എല്ലാം കൊണ്ടും നിൽക്കുന്നു തോന്നുന്ന അങ്ങനെയുള്ള എല്ലാ റിലേറ്റീവ്സിനെയും അവിടെ വിളിച്ചു. ബുലാലിയ ഗയാത്ത, അവിടെ അവർ വിളിച്ചു. ഹത്തിയാർ ജുട്ടാലിയെ ഗയത്തെ, കുറേ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു. ജുട്ടാന എന്ന് വെച്ചാൽ ഇക്കട്ടാക്കർണ, ജോഡന, കുറേ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചു. 24 ഘണ്ടെ പെഹരെ ദിയെ ജാനെ ലഗേത്തെ, 24 മണിക്കൂറും അദ്ദേഹത്തിന് കാവൽ നിൽക്കാൻ തുടങ്ങി. പെഹരെ ദേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവൽ നിൽക്കുക. അഗർ കിസി ആവശ്യക് കാര്യവശ് കാക്ക ഘർ സെ ഗാവ് മേ നിക്കൽത്തേ തോ, എന്തെങ്കിലും ആവശ്യമായിട്ട് ഉള്ള കാര്യങ്ങൾക്കായിട്ട് ഹരിഹർ കാക്ക വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുകയാണ് ണെങ്കിൽ 4-5 की संख्या में हथियारों से लेस लोग उनके आगे पीछे चलते रहते. ഒരു 4-5 ആൾക്കാർ ആയുധങ്ങളുമായിട്ട്, ഹത്തിയാർ സെ ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹത്തിയാറോ സെ ലേസ് എന്ന് വെച്ചാൽ ആയുധങ്ങളെല്ലാം കൂടി തയ്യാറെടുത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് കൂടെ നടക്കുമായിരുന്നു. और रात में आधे लोग सोते तो आधे लोग जाकर पहरा देते रहते. രാത്രിയാണെന്നുണ്ടെങ്കിലോ പകുതി ആൾക്കാർ ഉറങ്ങും, പകുതി ആൾക്കാർ അദ്ദേഹത്തിന് കാവിരിക്കും. അങ്ങനെയാണ് അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ठाकुर बारी से छुड़ाकर लाए गए हरिहर काका अपने घर के किस वातावरण से अनजान थे? ടാക്കൂർ ബാരിയിൽ നിന്നും വിടിപ്പിച്ചു കൊണ്ടുവന്ന ഹരിഹർ കാക്കയ്ക്ക് തൻ്റെ വീട്ടിലെ ഏത് തരത്തിലുള്ള വാതാവരണം എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ സറൗണ്ടിങ് ആയിട്ടാണ് അഞ്ചാനത്തെ അറിയാതിരുന്നത്, പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ ഒരു കണ്ടീഷനായിരുന്നു അവിടെ, ഇപ്പം തിരിച്ചു വരുമ്പോൾ ഇനിയൊരു കണ്ടീഷനാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതെന്തായിരുന്നു? ठाकुर बारी से छुड़ाकर लाने के बाद अपने ही घर में हरिहर काका के बारे में नया वातावरण तैयार हो रहा था. ठाकुर ബാരിയിൽ നിന്ന് വിടിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം തൻ്റെ വീട്ടിൽ തന്നെ ഹരിഹർ കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വാതാവരണം, ഒരു പുതിയ സെറ്റപ്പ് തയ്യാറാകുകയായിരുന്നു. അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഉന്നെ ठाकुर बारी से जिस दिन वापस लाया गया था, ഏത് ദിവസമാണോ അദ്ദേഹത്തിന് ठाकुर ബാരിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്, उसी दिन से उनके भाई और रिश्ते नाते के लोग समझाने लगे थे कि ആ ദിവസം തൊട്ടിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും പിന്നെ ബാക്കി ബന്ധുക്കളും പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ, വിധിവത് അപ്നി ജായദാദ് വേ അപ്നി ഭതീജോं के नाम लिखते. വിധി പ്രകാരം പറഞ്ഞ നിയമപ്രകാരം, അതിൻ്റെ അർത്ഥം അങ്ങനെ അയാൾക്ക് ആരുമില്ല, ഭാര്യ മക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഫാമിലിയിലുള്ളവർക്ക് തന്നെയല്ലേ പോവുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വിധി പ്രകാരം
പ്രകാരം നിങ്ങളുടെ പ്രോപ്പർട്ടിയും എല്ലാം ലാൻഡും എല്ലാം അപ്നെ ബദീജോക്കെ നാം ലിഖിലേ. ബദീജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദേഴ്സിൻ്റെ മക്കളെ അവരുടെ പേരിൽ എഴുതാൻ പറഞ്ഞു. വഹ് ജബ് തക് ऐसा नहीं करेंगे तब तक महंद की गिद्ध दृष्टि उनके ऊपर लगी रहेगी. എന്താ പറയണത്, ജബ് തക് ऐसा नहीं करेंगे, എപ്പോൾ വരെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലയോ പറഞ്ഞാൽ അങ്ങനെ അവരുടെ മക്കളുടെ ബ്രദേഴ്സിൻ്റെ മക്കളുടെ പേര് എഴുതാതിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാത്ത അത്രത്തോളം കാലം മെഹന്ത് ഗിദ്ദ് ദൃഷ്ടി ഉൻകെ ഊപ്പർ ലഗി രഹേഗി. ആ മെഹന്തിൻ്റെ കഴുകൻ്റെ ദൃഷ്ടി, ഗിദ്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൾച്ചർ, ഒരു പക്ഷിയില്ലേ കഴുകൻ എന്ന് പറയില്ലേ, ആ കഴുകൻ്റെ ദൃഷ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് എത്ര ദൂരെ നിന്നും കാണും, ഏത് തരത്തിലും പിടിവിടില്ല. അതാണ് പറയുന്നത്, ആ മെഹന്തിൻ്റെ ആ കഴുകൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കാലം മെഹന്ത് പിന്നാലെ നടക്കുന്നത് വിടില്ല എന്ന് പറഞ്ഞു. नेक्स्ट क्वेश्चन, परिवार वालों द्वारा ज़मीन उनके नाम लिखने की बात पर हरिहर काका की क्या प्रतिक्रिया होती. परिवार वालों ने आ फैमिली മെമ്പേഴ്സാൽ ദ്വാര എന്ന് വെച്ചാൽ അവരാൽ ജമീൻ ഉൻകെ നാം ലിഖ്നേക്ക് ആ ലാൻഡ് അവരുടെ പേരിൽ എഴുതാൻ പറഞ്ഞതിൽ ഹരിഹർ കാക്കയുടെ പ്രതിക്രിയ അഥവാ റിയാക്ഷൻ റെസ്പോൺസ് എങ്ങനെയായിരുന്നു. മെഹൻ ദ്വാര പുനഃ കാക്ക का अपहरण करके ज़मीन जायदाद ठाकुरबारी के नाम कर देने की भय से मुक्ति पाने के लिए മെഹന്തിൻ്റെ കാരണത്താൽ മെഹന്ത് പിന്നെയും വന്നിട്ട് ഹരിഹർ കാക്കയെ അപഹരിച്ചു കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി, പിന്നെ ആ ലാൻഡും പ്രോപ്പർട്ടിയും എല്ലാം ഠാക്കൂർബാരിയുടെ പേരിൽ എഴുതി വയ്ക്കും എന്നുള്ള ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ഹരിഹർ കാക്ക के परिवार वाले बार बार उनसे ज़मीन जायदाद परिवार वालों के नाम लिखने के लिए कहते. ഹരിഹർ കാക്കയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ വീണ്ടും ഈ ലാൻഡും പ്രോപ്പർട്ടിയും എല്ലാം ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഈസ് ബാത് പർ ഹരിഹർ കാക്ക സാഫ് നക്കാർ ജാത്തെ. പക്ഷേ ഈ കാര്യം ഹരിഹർ കാക്ക എപ്പോഴും നിഷേധിക്കും. പറഞ്ഞാൽ ഒരേ അടിയങ്ങട് ഇല്ല എന്ന് തന്നെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഇതിലുണ്ടല്ലോ പരിവാർ വാലോക്ക് നാം ലിഖ്നേക്ക് കഹത്തേന്ന് കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ആകാം കേട്ടോ, അല്ലെങ്കിൽ അതൊരു വലിയ സെൻറ്റൻസ് ആവും. वे कहते हैं मेरी बात तो मेरी जायदाद इस परिवार को स्वतः मिल जाएगी. അപ്പോൾ അദ്ദേഹം എന്താ പറയാറുള്ളത്, എൻ്റെ കാലശേഷം മേരെ ബാദ് എൻ്റെ ശേഷം എന്ന് വെച്ചാൽ എൻ്റെ കാലശേഷം എൻ്റെ ജായദാദ് എൻ്റെ പ്രോപ്പർട്ടി ഈസ് പരിവാർക്കോ സ്വതഹ മിൽ ജായകി, ഈ പരിവാർ ഈ കുടുംബത്തിലേക്ക് തന്നെയല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതും ശരിയാണ് അല്ലേ. ഇപ്പോൾ അദ്ദേഹം വെറുതെ ഇരുന്ന് കഴിക്കുകയല്ല, മാത്രമല്ല അദ്ദേഹം കഴിക്കുന്നതും കൂടാതെ ബാക്കിയുള്ളതെല്ലാം ആ വീട്ടിലുള്ളവർ തന്നെയല്ലേ യൂസ് ചെയ്യണത്. പിന്നെ ബാക്കി എവിടെയും ഹരിഹർ കാക്ക കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഒന്നും ചെയ്യുന്നില്ല അല്ലേ. ഒരാൾ കഴിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഷെയറിലുള്ള ബാക്കിയെല്ലാ വീട്ടിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ക്ഷമിച്ചൊന്നിരിക്കാവുന്നതേ ഉള്ളൂ. അവർ ഓൾറെഡി ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹരിഹർ കാക്കയ്ക്കും കൂടി കൊടുത്താൽ സന്തോഷമായിട്ടിരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഹരിഹർ കാക്കയുടെ ഭാര്യ മക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മരിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ലീഗലി നിയമപ്രകാരം ആ സ്വത്ത് മുഴുവനും ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സിന് തന്നെയാണ് പോവുക. അത് പ്രത്യേകിച്ചും നോർത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് കുറേ കാലം മുമ്പുള്ള കഥയാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെയാണ്. അവരുടെ ഹരിഹർ കാക്കയുടെ ഭാര്യയുടെ സൈഡിലേക്കൊന്നും പോകാനുള്ള ചാൻസേ ഇല്ല. അപ്പോൾ അതാണ് ഹരിഹർ കാക്കയും പറയുന്നത്. അതും ശരിയാണല്ലേ. സത്യം പറഞ്ഞാൽ സ്വാർത്ഥത കൊണ്ടല്ലേ എഴുതി വയ്ക്കാൻ പറയുന്നത്. ഇസിലിയെ ലിഖ്നേക്ക കൊയ് അർത്ഥ നഹി. അതൊക്കെ കൊണ്ടെന്താണ് അങ്ങനെ എഴുതി വെക്കണതിലൊരു അർത്ഥവും ഇല്ല. അപ്പോൾ ഒരു കാര്യം സോൾവ് ആയി, എന്തായാലും എൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, മെഹന്ത് തമ്പ് ഇംപ്രഷൻ ഫോർസിബിളി അയാളെ കൊണ്ട് വെപ്പിച്ചു അല്ലേ. അപ്പോൾ ആ വിരലടയാളം വെപ്പിച്ചു. അപ്പോൾ അതിനെന്താ പറയുന്നത്, മെഹന്തിന് അങ്കൂട്ടെ കെ ജോ ജബ്രൻ നിഷാൻ ലിയേ ഹേ. മെഹന്ത് നിർബന്ധപൂർവ്വം എൻ്റെ വിരലടയാളം എടുത്തത് അതിനെ പറ്റിയിട്ട് എന്താണ്, ഉസ്കെ ഖിലാഫ് മുക്തമ ഹംനെ കിയാ ഹി ഹെ. അതിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തിട്ട് തന്നെയുണ്ട്. മുക്തമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ്. അപ്പോൾ രണ്ടും സോൾവ് ആയില്ലേ. ഇതാണ് ഹരിഹർ കാക്കയുടെ പ്രതിക്രിയ അഥവാ റിയാക്ഷൻ. नेक्स्ट क्वेश्चन, हरिहर काका के भाइयों और ठाकुरबारी के साधु संतों के व्यवहार में कोई अंतर नहीं था, स्पष्ट कीजिए. ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സും ഠാക്കൂർബാരിയിലെ സാധു സന്യാസിമാരും ഇവർ രണ്ടുപേരുടെയും തമ്മിലുള്ള പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല, വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇയാളുടെ ബ്രദേഴ്സ് ആണെങ്കിലും ആ സന്യാസിമാരാണെന്നുണ്ടെങ്കിൽ ഒരേപോലെയാണ് പെരുമാറുന്നത്. जब हरिहर काका ने अपने भाइयों के कहने पर अपनी ज़मीन जायदाद उनके नाम नहीं किया तो ഹരിഹർ കാക്ക തൻ്റെ ബ്രദേഴ്സ് പറഞ്ഞ
കളഞ്ഞതിന് ശേഷവും അവരുടെ ലാൻഡും പ്രോപ്പർട്ടിയും ഒന്നും അവരുടെ പേരിൽ ആക്കിയില്ല. അപ്പോൾ ഉൻകി ഭായിയോനെ ഉൻകെ സാത്ത് ബഹുത് ജുൽമ അത്യാചാർ കിയ. അവരുടെ ബ്രദേഴ്സ് ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് ഹരിഹർ കാക്കയോട് വളരെ മോശമായിട്ട് പെരുമാറി. അയാളെ ടോർച്ചർ ചെയ്തു. ജുലും അത്യാചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോർച്ചർ ചെയ്യുക, പീഡിത് കർണ എന്നൊക്കെ പറയാം. ഓർ ജബ്രൻ അനേക കാഗസോം പർ ഉൻകെ അങ്കൂട്ടേക്ക് നിഷാൻ ലിയേ. പിന്നെന്താണ്? നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തുകൊണ്ട് അയാളുടെ വിരലടയാളങ്ങൾ കുറേ പേപ്പറിൽ വാങ്ങിച്ചു. ഇസ്കെ അലാവ ഉന്നെ ഖൂബ് മാരാ പീട്ട തഥാ ഉൻകി കോയി ബി ദുർഗതി ബാക്കി നഹി ചോടി. അതും കൂടാതെ എന്താ ചെയ്തത്? അദ്ദേഹത്തിനെ കുറേ അടിച്ചു. മാറാ പീട്ട, കുറേ അടിച്ചു, തല്ലി. പിന്നെ കോയി ബി ദുർഗതി ബാക്കി നഹി ചോടി, ഒരു ദുർഗതിയും ഇനി ബാക്കിയില്ല ചെയ്യാൻ. അങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അഗർ ഓർ തോടി ദേർ തക് പോലീസ് നഹി ആത്തി തോ വഹ ഉനെ ജാൻ സെ മാർ ദേത്തെ. ഇനി കുറച്ച് നേരത്തിൽ പോലീസ് വന്നില്ല എങ്കിൽ എന്താണ്? അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. ഇസ്സെ സ്പഷ്ട് ഹെ കി ഹരിഹർ കാക്ക കെ ബായിയോ ഓർ ഠാക്കൂർ ബാരി കെ സാധു സന്തോ കെ വ്യവഹാർ മേ കോയി അന്തർ നഹി താ. അപ്പോൾ ഇതിന്ന് വ്യക്തമാകുന്നത് എന്താണ്? ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് ആണെങ്കിലും ഠാക്കൂർ ബാരിയിലെ സന്യാസിമാരാണെന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ പേപ്പറിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ചതും അടിച്ചതും ഒക്കെ ആരാണ്? അതൊക്കെയാണ് ഈ സന്യാസിമാർ ചെയ്ത കാര്യങ്ങളല്ലേ. नेक्स्ट क्वेश्चन, हरिहर काका की मृत्यु के बाद उनकी ज़मीन जायदाद पर कब्जा करने के लिए उनके भाइयों ने क्या योजना बना रखी थी? ഹരിഹർ കാക്കയുടെ മരണത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ലാൻഡിലും പ്രോപ്പർട്ടിയും കൈക്കലാക്കാൻ വേണ്ടിയിട്ട്, ജമീൻ, ലാൻഡ്, ജായദാദ്, പ്രോപ്പർട്ടി കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് എന്ത് പ്ലാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹരിഹർ കാക്ക की मृत्यु के बाद उनकी ज़मीन पर कब्जा करने के लिए, ഹരിഹർ കാക്കയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലാൻഡിനെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭായിമാർ അഥവാ ബ്രദേഴ്സ് അഭി സെ ഇലാക്കെ കെ മഷ്ഹൂർ ടാക്കു ബുട്ടൻ സിംഗ് സെ ബാത്ചീത് പക്കി കർലി. ഇപ്പം തന്നെ ആ ഇലാക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോക്കലായിട്ടുള്ള ആ സ്ഥലത്തെ അറിയപ്പെടുന്ന മഷ്ഹൂർ, ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഡാക്കു, കള്ളൻ, ബുട്ടൻ സിംഗ് എന്നു പേരുള്ള ഒരു കള്ളൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ് അയാളുടെ അടുത്ത് സംസാരിച്ച് കാര്യമെല്ലാം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്കി കർലി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹരിഹർ के 15 बीघे खेत में से 5 बीघे ബുട്ടൻ ലേക. ഹരിഹറിൻ്റെ 15 ബീഘ പാടം ഖേത്ത് കൃഷിസ്ഥലത്ത് നിന്ന് 5 ബീഘ ബുട്ടൻ സിംഗ് എടുക്കും. ഓർ ദക്കൽ കരാദേക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈവശം വെക്കും. ഒക്യുപ്പൻസി, ദക്കൽ കരാദേക എന്ന് വെച്ചാൽ കൈവശം വെക്കും. ഇസ്സെ പെഹലെ ഭി ഇസ് തരഹ് 2-3 മാമലെ ബുട്ടൻ ने निपटाए है. ഇതിനു മുമ്പും ഇതുപോലുള്ള 2-3 കാര്യങ്ങൾ ബുട്ടൻ സിംഗ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തുള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈസ് യോജന ദ്വാര വേ കാക്ക കി ജമീൻ കോ കബ്ജാന ചാത്തെ ഹെ. ഇങ്ങനൊരു പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഹരിഹർ കാക്കയുടെ ലാൻഡിനെ കൈക്കലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും എത്ര വിഡ്ഢിത്തമാണല്ലേ. കുറച്ച് കാത്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, മരണശേഷം ഇവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വരും, ആർക്കും പോവില്ല, വേറെ ബ്രദേഴ്സിന് തന്നെ കിട്ടും. ഈ 5 ബീഘ കൂടിയിട്ട് നഷ്ടപ്പെടില്ല. नेक्स्ट लॉन्ग आंसर्स ആണ്. महंतों और मठाधीशों का लोभ बढ़ाने में लोगों की गहन धार्मिक आस्था का भी हाथ होते हैं. മെഹന്തിൻ്റെയും മഠാധീശന്മാരെ, ആ മഠത്തിലുള്ള ആൾക്കാർ, അത് നോക്കി നടത്തുന്ന ആൾക്കാർ. മെഹന്ത് എന്ന് വെച്ചാൽ പേരല്ല, ആ മഠത്തിലെ ചീഫ്, അതിൽ മുഖ്യ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ലോബ് ബടാനേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹം കൂട്ടാൻ വേണ്ടിയിട്ട് ലോഗോं की गहन धार्मिक आस्था का भी हाथ होता है. ജനങ്ങളുടെ ഗഹനമായിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ ആഴമേറിയ ധാർമ്മിക ആസ്ഥ എന്ന് വെച്ചാൽ അവരുടെ മതത്തിലുള്ള ആ വിശ്വാസവും അതിന് കയ്യുണ്ട് പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ കാരണം കൂടിയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഹരിഹർ കാക്ക പാഠ് ആലോക് മേ അപ്നെ വിചാർ ലിഖിയേ. ഇനി ഈ ക്വസ്റ്റ്യൻ ഇനി ഒരു തരത്തിൽ കൂടി ചോദിക്കാം. പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ ഒന്ന് തന്നെയാണ് അതിൻ്റെ. ലോഗോं की गहन धार्मिक आस्था के कारण महंत और मठाधीशों में लालच एवं शोषण की प्रवृत्ति बढ़ती जाती है. ജനങ്ങളുടെ വളരെ ആഴമേറിയ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ മതവിശ്വാസത്തിൻ്റെ കാരണത്താൽ ഈ മെഹന്ത് മഠാധീശന്മാർ, മഠത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തുള്ളവരുടെ അത്യാഗ്രഹം കൂടി വരുന്നു. അത്യാഗ്രഹവും ശോഷൺ കി പ്രവൃത്തി എന്ന് വെച്ചാൽ ശോഷണം ചെയ്യുക, പറഞ്ഞാൽ കൂടുതൽ കൈക്കലാക്കുക, കട്ടെടുക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങൾ, അങ്ങനത്തുള്ള പ്രവൃത്തികളെല്ലാം കൂടി വരുന്നു. ഇസ്സെ ആപ് കിത്ന സഹമത് ഹെ സ്പഷ്ട് കീജിയെ. നിങ്ങൾക്കിത് എത്രത്തോളം ശരിയായി തോന്നുന്നുണ്ട് അത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 2ൻ്റെയും പോയിൻറ്റ്സ് ഒരേപോലെ തന്നെയാണ്. आंसर, लोगों की धार्मिक आस्था ज्यों बढ़ती है त्यों वे अपने हर अच्छे कार्य का श्रेय धर्म और देवालयों में विराजमान
अपने आराध्य को देने लगते हैं. ലോഗോं കെ ധാർമ്മിക് ആസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, ഈശ്വരനുള്ള വിശ്വാസങ്ങൾ പറഞ്ഞാൽ അവർ ഏത് ദൈവത്തിലും ഏതിൽ വിശ്വസിക്കുന്നുവോ അത്, അങ്ങനെയുള്ള വിശ്വാസം. ജോം ജോം ബഡ്ത്തി ഹെ, എങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കുന്നുവോ, ജോം ജോം ത്യോം ത്യോം, അല്ലെങ്കിൽ ജേസെ ജേസെ വേസെ വേസെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാട്ടോ. പറഞ്ഞാൽ എത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുന്നുവോ, ത്യോം ത്യോം, അപ്പോഴെല്ലാം പറഞ്ഞ അത്രത്തോളം. വേ അപ്നെ ഹർ അച്ഛേ കാരിക ശ്രേയ ധർമ്മ ഓർ ദേവാലയവുമേ, അവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും പിന്നെ ശ്രേയ, അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളോ സൗഭാഗ്യങ്ങളോ അവർക്ക് കിട്ടുന്നതെല്ലാം ധർമ്മ ഓർ ദേവാലയവുമേ വിരാജമാൻ അപ്നെ ആരാധിക്കോ ദേനെ ലഗ്തേ ഹെ, അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവരെന്താണ്, ദേവാലയത്തിൽ ഉള്ള വിരാജമാൻ ഉപസ്ഥിത്, ദേവാലയത്തിലുള്ള ആ ആരാധ്യൻ ആരാന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ ഏത് ഭഗവാനാണ് അവർ ആരാധിക്കുന്നത്, ആരെയാണോ അവർക്ക് കൊടുക്കും, ആ ക്രെഡിറ്റൊക്കെ അവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഇത് നല്ലത് സംഭവിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടി അത് കിട്ടി, അതൊക്കെ ഈ ഭഗവാന്റെ മൂലമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പിന്നെ ദേവൻ്റെ മൂലമാണ് പറഞ്ഞിട്ട് അവർക്ക് ആണ് ആ ക്രെഡിറ്റ് കൊടുക്കുക. അപ്പം എന്താവും, അവിടെ കുറച്ച് ഡിമാൻഡ് കൂടും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. വേ യഹ് ഭൂൽ ജാത്തെ ഹേ കി ऐसा उनके പരിശ്രമം കെ കാരൺ ഹുവാ ഹെ. അപ്പം ജനങ്ങൾ ഇത് മറന്നു പോകുന്നു, അവർ പരിശ്രമിച്ചത് കൊണ്ടാണ് അവർക്ക് കിട്ടിയത്, അവർക്ക് കിട്ടുന്നത് എന്ന് ജനങ്ങൾ മറന്നു പോകുന്നു. അത് ഒരു പരിധിവരെ ശരിയാണ്, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് വിശ്വാസം വേണമല്ലോ അല്ലേ. अपनी खुशी की अभिव्यक्ति एवं अपने आराध्य के प्रति कृतज्ञता प्रकट करने के लिए, അപ്പം എന്താണ്, നമുക്ക് നമ്മൾ വിചാരിച്ചത് കിട്ടുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്യും, അപ്നി ഖുഷിക്ക് അഭിവ്യക്തി, അവരുടെ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിവ്യക്തി എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ്, ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനും, എവം അപ്പനെ ആരാധ്യക്ക് പ്രതി കൃതജ്ഞത പ്രകടിക്കണേക്കില്ലേ, പിന്നെ അവരുടെ ആരാധ്യൻ ആരാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരാരെയാണോ ആരാധിക്കുന്നത് കേട്ടോ ജനങ്ങൾ, അപ്പോൾ ആ ആരെയാണോ ആരാധിക്കുന്നത് അവർക്ക് കൃതജ്ഞത പ്രകടിക്കണേക്കില്ലേ, അവർക്ക് നന്ദി അറിയിക്കാൻ, ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദി അറിയിക്കാനും വേണ്ടിയിട്ട് ധൻ റുപ്പയെ ജേവർ ആദി അർപ്പിത് കർത്തേ ഹെ. ധനം, പിന്നെ റുപ്പയെ പൈസ, ജേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വൽസ് ഓർണമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ, അതെല്ലാം അവർ അർപ്പിക്കാൻ തുടങ്ങുന്നു. उनकी इस भावना का अनुचित लाभ वहाँ उपस्थित महंत और मठाधीश उठाते हैं. അപ്പോൾ ഈ ജനങ്ങൾ ഈ ചെയ്യുന്ന അവരുടെ ഈ ഭാവന, അവരുടെ ഈ വിശ്വാസത്തിൻ്റെ അനുചിതമായിട്ടുള്ള യോജിച്ചതല്ലാത്ത ലാഭം എടുക്കുന്നു. ആരാ എടുക്കുന്നത്, അവിടെയുള്ള മെഹന്തും മഠാധീശന്മാരും, അവിടെയുള്ള ആൾക്കാർ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ആൾക്കാർ അതിൻ്റെ എന്താണ് മുതലെടുക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതിനെ അഡ്വാൻറ്റേജ് എടുക്കുക. और धर्म का भय तथा स्वर्गलोक का मोह दिखाकर लोगों को उकसाते हैं. പിന്നെ അവരെന്താ ചെയ്യുക, അപ്പോൾ അവരെനിയും കൂടി വരും. അവരെന്ത് ചെയ്യും, ധർമ്മക്ക ഭയം, ധർമ്മത്തിനെ പറ്റിയിട്ടുള്ള ഭയം, പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല അങ്ങനെ. പിന്നെ സ്വർഗ്ഗലോകം കിട്ടും, ഇത് നിങ്ങൾ ഭഗവാൻ ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗ്ഗലോകം കിട്ടും, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും, അങ്ങനെയൊക്കെയുള്ള ഓരോ മോഹങ്ങളും കാണിച്ചിട്ട് ജനങ്ങളെ ഉക്സാത്തേഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക, അവരെ പ്രകോപിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, വേ അധികാധിക് ചടാവ ചടായേ, ജനങ്ങൾ കൂടുതൽ അധികാധിക്ക് കൂടുതൽ ഇതുപോലെയുള്ള സാധനങ്ങൾ പറഞ്ഞാൽ അത് പൈസയോ ജ്വൽസോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങളാണെങ്കിലും അതെല്ലാം കൂടിയിട്ടാണ് ഇവിടെ ചടാവ എന്ന് പറയുന്നത്. ചടാന എന്ന് വെച്ചാൽ കൊടുക്കുക, അല്ലാണ്ട് കയറ്റം എന്നുള്ള അർത്ഥമല്ല കേട്ടോ, കയറ്റം ഇറക്കമല്ല. ജോ പ്രത്യക്ഷ और परोक्ष दोनों ही रूप में उनकी स्वार्थता पूर्ति, लोभ, लिप्सा एवं उदर पूर्ति का साधन बनता है. ഇതെല്ലാം ഡയറക്റ്റോ ഇൻഡയറക്റ്റോ രൂപത്തിൽ പറഞ്ഞാൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അവരുടെ സ്വാർത്ഥത പൂർത്തീകരിക്കാൻ, അവരുടെ അത്യാഗ്രഹം, ലിപ്സ എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ, ഇച്ഛാ ചാഹ് എന്നൊക്കെ പറയാം, ഏവം ഉദരപൂർത്തി അവരുടെ വയറ് നിറയ്ക്കാനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളായി മാറുന്നു. ठाकुर बारी में जोन जोन चढ़ावा आता है त्यों त्यों वहाँ के महंत പൂജാരി एवं अन्य സാധുവും का लोभ इस तरह बढ़ जाता है. അപ്പോൾ ഠാക്കൂർ ബാരിയിലും ഇതേ തന്നെയാണ് സംഭവിക്കുന്നത്. ഠാക്കൂർ ബാരിയിൽ എത്രത്തോളം ചടാവ വരുന്നുവോ പറഞ്ഞാൽ ജനങ്ങൾ അർപ്പിക്കുന്നുവോ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ധനമായിട്ടും അല്ലെങ്കിൽ ജ്വൽസായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലായിട്ട് കൊടുക്കുന്നുവോ, ത്യോ അപ്പോൾ അത്രത്തോളം വഹാങ്കെ മെഹന്ത് പൂജാരി എവം അന്യസാധു, അവിടുത്തെ മെഹന്തും പൂജാരിയും ബാക്കിയുള്ള സന്യാസിമാർക്കും ലോഭ, അവരുടെയൊക്കെ അത്യാഗ്രഹം ഇസ്തര ബഡ് ജാത്ത ഹെ, അവരുടെ അത്യാഗ്രഹം കൂടി വരുന്നു. कि वे साधुता ही नहीं मानवता को छोड़कर हैवानियत पर उतर आते हैं. സാധുതയൊക്കെ ദൂരം പറഞ്ഞാൽ സന്യാസികളുടെ സ്വഭാവമൊക്കെ മാറി അവർ അത്യാഗ്രഹം വന്ന് പിന്നെന്താണ് മാനവതാക്കോ ചോടുക്കർ, മനുഷ്യത്വമൊക്കെ മറന്ന് അതൊക്കെ വിട്ട് ഹൈവാനിയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുക, പറഞ്ഞാൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാണ്ട്. ഹൈവാനിയത്ത് എന്ന് പറഞ്ഞാൽ പശുവും കീ തര പിന്നെ ഭർത്താവ് കർണ എന്നൊക്കെ പറയാം. പശു എന്ന് വെച്ചാൽ പശു അല്ല ഇവിടെ അനിമൽസ് കേട്ടോ, ഹിന്ദിയിൽ പശു എന്ന് വെച്ചാൽ
മൃഗങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ ക്രൂരമായി പോകുന്നു. उतर आते हैं അവിടെ എത്തുന്നു, അവർ ആ സ്വഭാവത്തിലേക്ക് എത്തുന്നു. വേ ഹരിഹർ കാക്ക की ज़मीन हड़पने के लिए मानवता को कलंकित करने से भी बाज नहीं आते हैं. അതേപോലെ തന്നെ അവർ ഹരിഹർ കാക്കയുടെ ലാൻഡ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടും മനുഷ്യത്വത്തിനെയൊക്കെ കളങ്കിതമാക്കിയവർ പറഞ്ഞാൽ അതിൽ ഒരു കുറവും വിട്ടില്ല. इस तरह निस्संदेह मनुष्य की गहन धार्मिक भावना महंतों और मठाधीशों में लोभ लालच और स्वार्थपरता पैदा करती है. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിസ്സന്ദേഹം ഒരു സംശയവുമില്ലാതെ മനുഷ്യൻ്റെ വളരെ ആഴമേറിയ ഈ ധാർമ്മിക ഭാവന പറഞ്ഞാൽ ആൾക്കാർ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് വരിക? ഇങ്ങനെ അതിന് തിരിച്ചു കിട്ടുന്നത് ഈ മെഹന്തും മഠാധീശന്മാരും ഇവരുടെയൊക്കെ അത്യാഗ്രഹങ്ങളും ലാലജ് ലോബ് പിന്നെ അവരുടെ സ്വാർത്ഥതയും അതെല്ലാം കൂടി വരുന്നു, അല്ലെങ്കിൽ അവരിൽ അത് ഉണ്ടാക്കുന്നു. ഇങ്ങനത്തുള്ള നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു. ഇതാണ് അതിൻ്റെ റിസൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിഹർ കാക്ക नामक पाठ में लेखक ने ठाकुरबाड़ी की स्थापना एवं उसके बढ़ते कलेवर के बारे में क्या बताया है? ഹരിഹർ കാക്ക എന്ന പാഠത്തിൽ ലേഖകൻ ഠാക്കൂർബാരി ആ ദേവസ്ഥാനത്തിൻ്റെ സ്ഥാപിച്ചതിനെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ ബെടുത്തെ കലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ കേട്ടോ, കലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ആകെ കൂടിയുള്ള ആ ഒരു വലിപ്പം എന്നൊക്കെ പറയാം, ഡാൻച എന്നൊക്കെ പറയാം. അത് പിന്നെ എങ്ങനെ കൂടി വന്നു, ഇനിയും കൂടി നല്ല രീതിയിലായി വന്നു എന്നുള്ളതിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. हरिहर काका नामक पाठ में लेखक ने ठाकुरबाड़ी की स्थापना एवं उसके विशाल होते कलेवर के बारे में बताया है. അതിൻ്റെ ആ ഠാക്കൂർബാരി സ്ഥാപിച്ചതും പിന്നെ അതിനി വിശാലമായി വന്നതിനും പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ पहले जब गांव पूरी तरह बसा नहीं था तभी कहीं से एक संत आकर इस स्थान पर झोपड़ी बनाकर रहने लगे थे. जब गांव पूरी तरह बसा नहीं പറഞ്ഞാൽ ആ ഗ്രാമം മുഴുവനായിട്ടും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് സെറ്റിലായിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു സന്യാസി എവിടുന്നോ വന്നിട്ട് ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ ദേവസ്ഥാനം ഉള്ള സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വഹ സുബ ഷാം യഹാൻ ഠാക്കൂർജിക്ക് പൂജ കർത്തേത്തെ. അദ്ദേഹം രാവും പകലും അവിടെ ഠാക്കൂർജിയെ പൂജിക്കുമായിരുന്നു. ഠാക്കൂർജി എന്ന് വെച്ചാൽ ഈശ്വരൻ കൃഷ്ണൻ എന്നൊക്കെയാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. ലോഗോസെ മാങ്കർ ഖാലേത്തേത്തെ. ജനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ചു വാങ്ങി കഴിക്കുമായിരുന്നു. ഓർ പൂജാപാട്ട് കി ഭാവന ജാഗ്രത് കർത്തേത്തെ. പിന്നെ എന്നും അവിടെ പൂജാപാട്ടൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ട ആൾക്കാർക്കും ഒരു പിന്നെ പൂജ ചെയ്യാനും ഒക്കെ തോന്നും അല്ലേ. बाद में लोगों ने चंदा करके यहाँ ठाकुर जी का एक छोटा सा मंदिर बनवा दिया. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്ത് ചന്ത കർക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി എടുത്ത് പിരിച്ചിട്ട് എന്നൊക്കെ പറയില്ലേ, എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് ഒരു ഠാക്കൂർജിയുടെ ഒരു ചെറിയ അമ്പലം അവിടെ ഉണ്ടാക്കി. फिर जैसे जैसे गांव बसता गया और आबादी बढ़ती गई मंदिर के कलेवर में भी विस्तार होता गया. പിന്നെ പതുക്കെ അവിടുത്തെ ആ ഗ്രാമം വികസിച്ചു തുടങ്ങി, പറഞ്ഞാൽ അവിടെ ജനങ്ങൾ കൂടുതൽ വന്നു തുടങ്ങി. ആബാദി ബഡ്ത്തി ഗൈ, അവിടുത്തെ ജനസംഖ്യ പോപ്പുലേഷൻ കൂടി വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ അമ്പലത്തിൻ്റെ സ്ട്രക്ചറും അതിനെയും വിശാലമാക്കി. ലോഗ് ठाकुर जी को मनौती मनाते कि पुत्र हो मुकदमे में विजय हो, लड़की की शादी अच्छे घर में तय हो, लड़के को नौकरी मिल जाए. ലോഗ് ഠാക്കൂർ ജിക്കോ മനോത്തി മനാത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേർച്ചകൾ നേരുക. അങ്ങനെ നേർച്ചകൾ ഇതായിട്ടുണ്ടെങ്കിൽ അത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യില്ലേ, അങ്ങനെ നേർച്ചകൾ നേരാൻ തുടങ്ങി. പുത്ര ഹോ, ആൺകുട്ടി ജനിക്കാൻ, മുഗ്ധമേ വിജയ് ഹോ, കേസിൽ പിന്നെ വിജയിക്കാൻ, ലടുക്കിക്ക് ഷാദി അച്ഛേ ഘർ മേ തൈ ഹോ, പെൺകുട്ടികളുടെ വിവാഹം നല്ല വീട്ടിൽ നടക്കാൻ, പറഞ്ഞാൽ നല്ല വീട്ടിലേക്ക് അവരെ പറഞ്ഞയക്കാൻ പറ്റുക. ലടുക്കിക്ക് നൗക്കരി മിൽ ജായ, ആൺകുട്ടികൾക്ക് നല്ല ഉദ്യോഗം കിട്ടാൻ, അങ്ങനെയൊക്കെ. ഫിർ ഇസ്മേ ജിൻകോ സഫലത മിൽത്തി ഹെ വ ഖുഷി മേ ഠാക്കൂർ ജി പർ റുപ്പയെ ജേവർ അനാജ് ചടാത്തെ. അപ്പോൾ ഇതൊക്കെ ആവുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയത്ത് എന്താണ്, ജനങ്ങൾ സന്തോഷത്തോടു കൂടി ഠാക്കൂർജിക്ക് പൈസയും ജ്വൽസും പിന്നെ അനാജ് ധാന്യങ്ങളും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അധിക് ഖുഷി ഹോത്തി തോ ഠാക്കൂർജിക്ക് നാം അപ്പനെ ഖേത്ത് കാ ഏക് ചോട്ടാ സ ടുക്കട ലിഖ് ദേത്തെ. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഠാക്കൂർജിക്ക് വേണ്ടിയിട്ട് അവരവരുടെ കൃഷിസ്ഥലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം തന്നെ കൊടുക്കുമായിരുന്നു. യഹ് പരമ്പര ആജ് തക് ജാരി ഹെ. ഈ പരമ്പര ഇപ്പോൾ വരെ നടന്നു വരുന്നുണ്ട്. ഇസ്സെ ഠാക്കൂർ ബാരി കാ വികാസ് 1000 ഗുണ അധിക് ഹോ ഗയ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഠാക്കൂർ ബാരിയുടെ വികാസം 1000 ടൈംസ് ഇനിയും കൂടി വന്നത്. नेक्स्ट क्वेश्चन. हरिहर काका के गांव के लोग ठाकुरबारी और ठाकुर जी के प्रति अगाध ഭക്തി ഭാവന रखते हैं. ഹരിഹർ കാക്കയുടെ ഗ്രാമത്തിലെ ജനങ്ങൾ ഠാക്കുർബാരി ആ ദേവസ്ഥാനവും ആ ദേവാലയത്തിലെ ആ ഈശ്വരനെയും അഗാധ ഭക്തി ഭാവന रखते हैं. അതിൻ്റെ മേലെ വളരെ അഗാധമായിട്ടുള്ള ആഴമേറിയ ഭക്തി ഭാവന വെക്കുന്നുണ്ട്. ഹരിഹർ കാക്ക പാട്ട് के आधार पर स्पष्ट कीजिए. പാഠത്തിനെ ബേസ് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. यूँ तो ठाकुरबारी के सदा ही भजन कीर्तन होता रहता है. ഠാക്കുർബാരിയുടെ എന്നും അവിടെ ഭജന കീർത്തനങ്ങൾ
നടന്നുകൊണ്ടേയിരിക്കും. पर बाढ़ या सूखा जैसी आपदा की स्थिति में वहाँ तंबू लग जाता है और अखंड कीर्तन शुरू हो जाता है. എന്നാൽ ബാഡ് യാ സൂഖ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരണ്ട അവസ്ഥയോ ഡ്രൗട്ട് എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ആപത അങ്ങനെയൊക്കെയുള്ള വിഷമഘട്ടത്തിൽ വഹാ തമ്പു ലഗ് ജാത്ത ഹെ, അവിടെ ടെൻ്റൊക്കെ കെട്ടിയിട്ട് അഖണ്ഡ കീർത്തൻ ശുരു ഹോ ജാത്ത ഹെ. അഖണ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിയാത്ത, ബ്രേക്ക് ആവാത്ത, ഖണ്ഡമില്ലാത്ത, ജിസ്കാ ഖണ്ഡ് നാ ഹോ, അങ്ങനെയുള്ള കീർത്തൻ പറഞ്ഞാൽ അങ്ങനെ ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂ ആയിട്ടുള്ള കീർത്തനങ്ങളൊക്കെ അവിടെ ചെയ്യും അവർ. ഇസ്കെ അലാവ ഗാവ് മേ പർവ് ത്യോഹാർ കി ശുരുവാത്ത് ഠാക്കൂർ ബാരി സെ ഹി ഹോത്തി ഹെ. അതുകൂടാതെ അവിടെ ആ ഗ്രാമത്തിലെ എന്ത് ഉത്സവങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് ആ ഠാക്കൂർ ബാരിയിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുക. ഹോലി മേ സബ്സെ പെഹലെ ഗുലാൽ ഠാക്കൂർ ജി കോ ഹി ചടായ ജാത്ത ഹെ. ഹോലി സമയത്തും കളറിട്ട് കളിക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ഗുലാൽ എന്ന് വെച്ചാൽ ആ കളറ് പിന്നെ ഇടുന്നതെല്ലാം അവിടെ ഠാക്കൂർജിയുടെ അവിടെ തന്നെ ആയിരിക്കും. ദീപാവലി കാ പെഹല ദീപ് ഠാക്കൂർ ബാരി മേ ഹി ജൽത്താ ഹെ. ദീപാവലിയുടെ ആദ്യത്തെ ദീപവും ഠാക്കൂർ ബാരിയിൽ തന്നെ ആയിരിക്കും കൊളുത്തി തുടങ്ങുക. ജന്മ ഷാദി और जनेऊ के अवसर पर अन्न वस्त्र की पहली भेंट ठाकुर जी के नाम की जाती है. ആരെങ്കിലും കുട്ടികൾ ജനിച്ചാലോ ജന്മശാദി വിവാഹത്തിനോ അല്ലെങ്കിൽ ജനേവു പൂണൂലൊക്കെ ഇടുന്ന സമ്പ്രദായമില്ലേ, അതിൻ്റെ ആ അവസരത്തിലെല്ലാം അന്നം വസ്ത്രം എല്ലാം അത് ആദ്യം ഠാക്കൂർജിയുടെ പേരിൽ തന്നെ ആയിരിക്കും കൊടുക്കുക. ठाकुर बारी के ब्राह्मण साधु व्रत कथाओं के दिन घर घर घूमकर कथावाचन करते हैं. ഠാക്കൂർ ബാരിയിലെ ബ്രാഹ്മണരും സന്യാസിമാരും വ്രതത്തിൻ്റെ ദിവസങ്ങളിൽ പറഞ്ഞ ഏകാദശി, ഷഷ്ടി അങ്ങനെ കുറേ വ്രതങ്ങളില്ലേ, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള കഥകൾ ഉണ്ടാവും. അപ്പോൾ ഓരോരോ വീടും കറങ്ങും. ആ കഥകളൊക്കെ വായിച്ച് പറഞ്ഞുകൊണ്ട് ഓരോരോ വീട്ടിലും അവിടെ എല്ലാവിടെയും പോകും. लोगों के खलिहान में जब फसल की मड़ाई होकर अनाज की ढेरी तैयार हो जाती है. लोगों की खलिहान എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൃഷിക്ക് വേണ്ട ആയുധങ്ങളും കാര്യങ്ങളെല്ലാം പിന്നെ വെക്കുന്ന ഒരു സ്ഥലം, ഒരു ചെറിയ പുര. നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ അല്ലാന്നുണ്ടെങ്കിലും വല്ല കൈക്കോട്ട് കിളയ്ക്കാൻ അത് ഇത് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു പുര, ഒരു കച്ചാ ഹൗസ് പോലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പുര ഉണ്ടാവും. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഏകദേശം കേട്ടോ. അങ്ങനെയുള്ള നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് അതിൽ കൊണ്ടിടും. അപ്പോൾ അതിനെയാണ് ഖലിഹാൻ എന്ന് പറയുക. അപ്പോൾ ഖലിഹാൻ മേ ജബ് ഫസൽ കി മടായി ഹോക്കർ, അപ്പോൾ ഫസൽ എന്ന് വെച്ചാൽ ക്രോപ്പ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ മടായി എന്ന് വെച്ചാൽ ഹാർവെസ്റ്റിംഗ് പറഞ്ഞാൽ അതിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അനാജ് കി ഢേരി തയ്യാർ ഹോ ജാത്തി ഹെ. അനാജ് ഗ്രെയിൻസ്, ധാന്യത്തിൻ്റെ ഢേരി എന്ന് വെച്ചാൽ കൂമ്പാരം. അങ്ങനെ കൂമ്പാരം തയ്യാറാവുന്ന സമയത്ത് അപ്പോൾ അത്യാവശ്യം അതും എല്ലാം ഈ ഖലിഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടാറുണ്ട്. तब ठाकुर जी के नाम का एक भाग निकाल कर ही लोग अनाज अपने घर ले जाते हैं. അപ്പം എന്താ ചെയ്യുക, ആൾക്കാർ ഠാക്കൂർജിയുടെ പേരിൽ നമ്മൾ എന്തും ഭഗവാൻ എന്ന് പറഞ്ഞ് ഇത്തിരി എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കില്ലേ, അതുപോലെ ഈശ്വരൻ്റെ പേരിൽ ഠാക്കൂർജിയുടെ പേരിൽ ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. नेक्स्ट क्वेश्चन, महन जी ने हरिहर काका की ज़मीन हड़पने के लिए धर्म, मोह और माया का सहारा किस तरह लिया? മെഹൻ ജി ഹരിഹർ കാക്കയുടെ ലാൻഡ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ധർമ്മം, മോഹം, മായ എന്നതിൻ്റെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് എടുത്തത്? ഉൻക ഐസാ കർണ ആപ് കിത്ന ഉചിത് മാനത്തെ ഹെ. അയാൾ അങ്ങനെ ചെയ്തത്, മെഹന്ത് അങ്ങനെ ചെയ്തത് നിങ്ങൾ എത്ര ഉചിതമായിട്ടാണ് വിലയിരുത്തുന്നത്? ഇത് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, മൂല്യപരക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ റീസൺസ് കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് കിട്ടും. खलिहान की ओर जाते हुए गुस्साए हरिहर काका को महन जी अपने साथ ഠാക്കൂർ ബാരി ലേ ആയേ. ഖലിഹാൻ കി ഓർ ജാത്തെ ഹുവേ, ഖലിഹാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൃഷിപ്പണിക്ക് ആവശ്യമുള്ള ആയുധങ്ങളും അങ്ങനത്തുള്ളതെല്ലാം കൂടിയിട്ട് വെക്കുന്ന ഒരു പുര, പറഞ്ഞാൽ വീട്ടിൻ്റെ വെളിയിൽ ഒരു സൈഡിലോ ബാക്കിലോ ഒക്കെ ഉള്ള ഒരു പുര, ഒരു കച്ചാ ഹൗസ് പോലെ ഒരു പുര, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഗുസ്സായെ പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് ഹരിഹർ കാക്ക അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഹോള് അല്ലെങ്കിൽ ബരാമതി അങ്ങോട്ട് വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഹരിഹർ കാക്കോ മെഹൻജി അപ്നെ സാത്ത് ഠാക്കൂർ ബാരി ലേ ആയ. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വെളിയിൽ നിന്ന് തന്നെ കണ്ടു ഏകദേശം. അപ്പോൾ ഹരിഹർ കാക്കേനെ മെഹന്ത് അവരുടെ കൂടെ കൊണ്ടുപോയി. और उनकी ज़मीन पाने के लिए धर्म, मोह और माया का सहारा लेते हुए എന്നിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ലാൻഡ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ധർമ്മം, മോഹം, മായ എന്നൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് പറഞ്ഞ കളവ് പറയണം അല്ലേ, അതിനെയൊക്കെ സപ്പോർട്ട്, നല്ല നല്ല കാര്യങ്ങളുടെയൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. കാക്കാസെ സംജാത്തെ ഹുയെ കഹനെ ലഗെ, കാക്കയ്ക്ക് മനസ്സിലാക്കിപ്പിക്കുന്നത് പോലെ പറഞ്ഞു തുടങ്ങി. എന്താണ്, ഹരിഹർ യഹാ കോയി കിസി കാ നഹി ഹൈ. ഹരിഹർ ഇവിടെ ആരും ആരുടെയും അല്ല. സബ് മായ ക ബന്ധൻ ഹെ, എല്ലാം മായയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്, മായയുടെ ബന്ധനമാണ്. തൂ തോ ധാർമ്മിക് പ്രവൃത്തി കാ ആദ്മി ഹെ. നീ
ധാർമ്മിക് പ്രവൃത്തിയിൽ നടക്കുന്ന ഒരാളല്ലേ. മേ സമജ് നഹി പാ രഹാ ഹൂ കി തും ഇസ് ബന്ധൻ മേ കേസെ ഫസ് ഗയേ ഹേ. എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഈ ബന്ധനത്തിലൊക്കെ എങ്ങനെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന്. ഈശ്വർ മേ ഭക്തി ലഗാവോ. ഈശ്വരനിൽ ഭക്തി വെക്ക്. ഉസ്കെ സിവായ് കോയി തുമാര അപ്നാ നഹി. അതല്ലാതെ വേറെ ആരും ഇല്ല നിനക്ക് നിൻ്റേതായിട്ട്. പത്നി ബേട്ടെ ഭായി ബന്ധു സബ് സ്വാർത്ഥ് കെ സാത്തി ഹേ. ഭാര്യ, മകൻ, സഹോദരങ്ങൾ, മറ്റ് റിലേറ്റീവ്സ് ഇവരെല്ലാം എന്താണ്, സ്വാർത്ഥതയുടെ കൂട്ട് നിൽക്കുന്നവരാണ്, സ്വാർത്ഥത ഉള്ളവരാണ്. ജിസ് ദിൻ ഉന്നെ ലഗേഗാ കി തുംസെ ഉൻകാ സ്വാർത്ഥ സധനെ വാല നഹി ഹെ. ഏത് ദിവസം അവർക്ക് തോന്നുവോ, ബോധ്യമാകുവോ, തുംസെ ഉൻകാ സ്വാർത്ഥ സധനെ വാല നഹി, അവരുടെ സ്വാർത്ഥതയിൽ നീ വീഴില്ല എന്ന്, ഉസ് ദിൻ വേ തുംഹെ പൂച്ചെങ്കെ തക് നഹി, ആ ദിവസം തൊട്ടിട്ട് പിന്നെ അവർ നിന്നെ ചോദിക്കും കൂടിയില്ല. ഇസിലിയെ ജ്ഞാനി സന്ത് മഹാത്മാ ഈശ്വർ കെ സിവായ് കിസി ഓർ മേ പ്രേം നഹി ലഗാത്തെ. അതുകൊണ്ട് ജ്ഞാനി, അറിവുള്ളവരും പിന്നെ സന്യാസിമാരും ഒക്കെ എന്താണ്, മഹാത്മാവായിട്ടുള്ള ഈശ്വരനെ കൂടാതെ വേറെ ഒരാളെയും സ്നേഹിക്കില്ല. മെഹന്ത് ദ്വാര ഹരിഹർ കാക്കാക്കെ സാത്ത് ജൈസാ വ്യവഹാർ കിയാ ഗയാ. മെഹന്ത് ഹരിഹർ കാക്കയോട് എങ്ങനെയുള്ള പെരുമാറ്റമാണോ കാണിച്ചത്, ഉസേ മെത്താനിക് ബി ഉചിത് നഹി മാനത. അപ്പം നമ്മളുടെ അഭിപ്രായമാണ് ഇത് പറയുന്നത്. അതിനെ ഒരിത്തിരി കൂടി ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇയാളതെല്ലാം കള്ളം പറയുമായിരുന്നില്ലേ സത്യം പറഞ്ഞാൽ. ഒന്നാമത് പറയണതേ ശരിയല്ല, രണ്ടാമത് എല്ലാം കള്ളമാണ് അല്ലേ. ക്യോങ്കി ഇസ്സെ മെഹന്ത് കാക്കാക്കി ജമീൻ ഹടപ്പന ചാത്തേ ഥേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ്, നല്ല ഉദ്ദേശം കൊണ്ടല്ല അല്ലേ. മെഹന്ത് ഹരിഹർ കാക്കയുടെ ലാൻഡ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഇസ്കെ അലാവ വേ കാക്ക മൻ മേ ഉൻകെ പരിവാർ ഓർ ഭായിയോं के प्रति ദുർഭാവന ബി ഭർ രഹേ ഥേ. ഇത് കൂടാതെ എന്താണ്, ഹരിഹർ കാക്കയുടെ മനസ്സിൽ അയാളുടെ ഫാമിലിയെ പറ്റിയിട്ട്, ഫാമിലിയെയും ബ്രദേഴ്സിനെയൊക്കെ പറ്റിയിട്ട് ഒരു ദുർഭാവനയാണ് കൊണ്ടുവരുന്നുണ്ടായിരുന്നത് അയാളുടെ മനസ്സിലേക്ക്. അവരൊന്നും നന്നല്ല എന്നൊക്കെയുള്ള ഒരു ഭാവന. അപ്പോൾ ഇതെല്ലാം തെറ്റാണ് മെഹന്ത് ചെയ്യുന്നത്. नेक्स्ट क्वेश्चन, लोभी महंद एक और हरिहर काका को यश और वैकुंठ का लोभ दिखा रहा था. അത്യാഗ്രഹിയായിട്ടുള്ള മെഹന്ത് ഹരിഹർ കാക്കയ്ക്ക് ഒരു വശത്ത് കീർത്തിയും വൈകുണ്ഠം കിട്ടുന്നതിനെ പറ്റിയിട്ടുള്ള അത്യാഗ്രഹവും പറയുന്നുണ്ടായിരുന്നു. तो दूसरी ओर पूर्व जन्म के उदाहरण द्वारा भय भी दिखा रहा था. അപ്പം ഇനിയൊരു വശത്ത് എന്താണ്, ജന്മത്തിൻ്റെ കാര്യമൊക്കെ, കഴിഞ്ഞ ജന്മത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നുമുണ്ടായിരുന്നു. സ്പഷ്ട കീജിയെ. ഹരിഹർ കാക്ക को समझाते हुए लोभी महंद कह रहा था कि ഹരിഹർ കാക്കയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് ലോഭിയായിട്ടുള്ള അത്യാഗ്രഹിയായിട്ടുള്ള മെഹന്ത് പറയുന്നുണ്ടായിരുന്നു, എന്തെന്നാൽ തും അപ്നെ ഹിസ്സെ കി ജമീൻ ഠാക്കൂർ ബാരിക്ക് നാം ലിക്കർ സ്വർഗ് പ്രാപ്ത് കരോഗെ. നിങ്ങൾ നിങ്ങളുടെ ഷെയറിലുള്ള ലാൻഡ് ഠാക്കൂർ ബാരിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. തുമാരി കീർത്തി തീനോ ലോകവുമേ ഫൈൽ ജായകി. നിങ്ങളുടെ കീർത്തി 3 ലോകത്തും വ്യാപിക്കും. और सूरज चांद के रहने तक तुम्हारा नाम अमर हो जाएगा. സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പേര് എല്ലാവരും ഓർമ്മിക്കപ്പെടും. അമർ രഹേഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓർക്കും എപ്പോഴും. ഇസ്സേ സാധു സന്ത് ബി തുമാര പാവ് പകാരെങ്കെ. ഈ കാരണത്താൽ സാധു സന്യാസിമാരാണെന്നുണ്ടെങ്കിൽ കൂടി അവരും നിങ്ങളുടെ കാല് കഴുകും. പഖാർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകുക. സഭി തുമാര യശോഗാൻ കരേങ്കെ. എല്ലാവരും നിൻ്റെ കീർത്തി പാടും. ഓർ തുമാര ജീവൻ സാർത്ഥക് ഹോ ജായക. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ലൈഫ് മീനിങ് ഫുള്ളായിട്ട് സാർത്ഥകമായിരിക്കും, പറഞ്ഞാൽ അർത്ഥമുള്ളതായിരിക്കും. ഠാക്കൂർ ജി കെ സാത്ത് ഹി തുമാരി ബി ആർത്തി ഗായി ജായകി. ഠാക്കൂർ ജിക്ക് ആർത്തി ചെയ്യണ പോലെ തന്നെ, പൂജ ചെയ്യണ പോലെ തന്നെ നിങ്ങളുടെയും ആർത്തി ഇവിടെ ചെയ്യാൻ തുടങ്ങും. മെഹന്ത് ഉൻസെ കഹ രഹാ താ കി പതാ നഹി പൂർവജന്മേ തുമ്നെ കോൺസാ പാപ് കിയാ താ. പിന്നെ മെഹന്ത് എന്താണ് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണോ ചെയ്തത്, കി തുമാരി ദോനോ പത്നി അകാല മൃത്യുക്കോ പ്രാപ്ത് ഹുയി. അതുകൊണ്ടാകും നിങ്ങളുടെ 2 ഭാര്യമാരും മരിച്ചുപോയത്, പറഞ്ഞ അകാല മൃത്യു, പറഞ്ഞ സമയത്തിന് മുൻപേ മരിച്ചുപോയത്. തുമ്നെ ഓലാദ് കാ മുഹ് തക് നഹി ദേഖ. നിങ്ങൾ മക്കളുടെ സന്താനങ്ങളുടെ മുഖവും കാണാൻ പറ്റിയില്ല. അപ്നാ യഹ് ജന്മം തും അകാരത്ത് ന ജാനേ ദോ. നിങ്ങളുടെ ഈ ജന്മം നിങ്ങൾ വ്യർത്ഥമാക്കി കളയണ്ട. അകാരത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കാർ, വ്യർത്ഥം. ഈശ്വർ കോ ഏക് ഭർ ദോഗെ തോ 10 ഭർ പാओगे. ഈശ്വരന് ഒരു പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഫുൾ, ഒരു പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പിടി തിരിച്ചു കിട്ടും. മേ അപ്നെ ലിയെ തോ തുംസെ മാങ് നഹി രഹാ ഹൂം. ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങളുടെ അടുത്ത് ഈ ചോദിക്കുന്നത്. തുമാരാ യഹ് ലോക് ഓർ പരലോക് ദോനോ ബൻ ജായ്. നിങ്ങളുടെ ഈ ലോകവും പരലോകവും എല്ലാം ശരിയാവും. ഇസ്കി രാഹ് തുമ്മേ ബത്താ രഹാ ഹൂം. അതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.
नेक्स्ट क्वेश्चन, महंत की बातें सुनकर हरिहर काका किस दुविधा में फंस गए, പാഠ് के आधार पर स्पष्ट कीजिए. മെഹന്ത് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഹരിഹർ കാക്ക എന്ത് കൺഫ്യൂഷനിലാണ് ആയത്, ഫസ് ഗയെ കുടുങ്ങിപ്പോയത്. മെഹന്ത് की बातें सुनकर हरिहर काका अपनी ज़मीन किसे दे, भाइयों को या ठाकुर जी के नाम लिखे. മെഹന്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഹരിഹർ കാക്ക ആലോചിച്ചു, ഞാൻ ലാൻഡ് എൻ്റെ ആർക്ക് കൊടുക്കും, എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കണോ അതോ ഠാക്കൂർ ബാരിക്ക് കൊടുക്കണോ. ഈസ് ദുവിധാമേ ഫസ് ഗയെ, ഈ കൺഫ്യൂഷനിലാണ് ആയത്. ഫസ് ഗയെ മോളിൽ ക്വസ്റ്റ്യനിൽ കറക്റ്റാണ്, ഫൈൻസ് എന്നല്ല കേട്ടോ. വേ സോച്ചനെ ലഗെ कि 15 बीघे खेत की फसल भाइयों के परिवार को दे देते हैं. അദ്ദേഹം ആലോചിച്ചു തുടങ്ങി, ഈ 15 ബീഘ കൃഷിസ്ഥലം പിന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാം, എൻ്റെ ഫാമിലി തന്നെ കൊടുക്കാം. തബ് തോ കോയി പൂछता नहीं, പിന്നെ ഇപ്പോൾ ആരും ചോദിക്കാൻ വരില്ല. അഗർ കുച്ച് നാ ദേ തബ് ക്യാ ഹാലത്ത് ഹോഗി, ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം എന്തായിരിക്കും കണ്ടീഷൻ. ഉൻകെ ജീവൻ മേ തോ യഹ സ്ഥിതി ഹൈ, മർനെ കെ ബാദ് ഉനെ കോയി കോൻ യാദ് കരേഗ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മരിച്ചതിന് ശേഷം ആരാണ് ഓർക്കാൻ പോകുന്നത്. സീതെ സീതെ ഉൻകെ ഖേത്ത് ഹടപ്പ് ജായെങ്കിൽ, സ്ട്രൈറ്റ് അവേ ആ കൃഷിസ്ഥലം എല്ലാം ആരെങ്കിലും കൈക്കലാക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഠാക്കൂർ ജി കെ നാം ലിഖ് ദേങ്കെ തോ പുസ്തോം തക് ലോഗ് ഉനെ യാദ് രഖേങ്കെ. ഠാക്കൂർ ജിയുടെ പേരിൽ അഥവാ എഴുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുസ്തോം തക് എന്ന് വെച്ചാൽ ജനറേഷൻസ്, ഇനി നെക്സ്റ്റ് കുറേ ജനറേഷൻ വരെ ഉള്ള ആൾക്കാർ അദ്ദേഹത്തിനെ ഓർമ്മിക്കും. അബ് തക് കെ ജീവൻ മേ തോ ഈശ്വർ കെ ലിയെ ഉന്നോനെ കുച്ച് നഹി കിയ, ഇതുവരെയുള്ള ജീവനിൽ ഞാൻ ഈശ്വരന് വേണ്ടി ഒന്നും ചെയ്തില്ല. അന്തിം സമയത്തോ യഹ ബഡ പുണ്യ കമാലേ, അപ്പം ലാസ്റ്റ് മൊമെൻറ്റിലെങ്കിലും ലാസ്റ്റ് സമയത്തെങ്കിലും ഞാൻ എന്തെങ്കിലും പുണ്യം പിന്നെ നേടട്ടെ. ലേക്കിൻ യഹ സോച്ചത്തെ ഹുയെ ഭി ഹരിഹർ കാക്ക കാ മുഹ് കുൽ നഹി രഹാത്ത. എന്നാൽ ഇങ്ങനെ ആലോചിച്ചിട്ടും ഹരിഹർ കാക്കയുടെ വായ തുറക്കുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ അർത്ഥം ഒന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭായി കാ പരിവാർ തോ അപ്നാ ഹി ഹോത്താ ഹെ, സഹോദരങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ അത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഉൻകോ ना देकर ठाकुर बारी को दे देना उनके साथ धोखा और विश्वासघात होगा. അവർക്കൊന്നും കൊടുക്കാതെ ഠാക്കൂർ ബാരിക്ക് കൊടുക്കുക എന്നത് അവരുടെ അടുത്ത് ഞാൻ ചെയ്യുന്ന, ഫാമിലിയോട് ഞാൻ ചെയ്യുന്ന ധോക്ക, ചതിയും അഥവാ വിശ്വാസവഞ്ചനയും ആകും. नेक्स्ट क्वेश्चन, ठाकुर बारी के साधु संतों के व्यवहार से काका को किस वास्तविकता का ज्ञान हुआ. ഠാക്കൂർ ബാരിയിലെ സന്യാസിമാരുടെ പെരുമാറ്റം കൊണ്ട് ഹരിഹർ കാക്കയ്ക്ക് എന്തു വാസ്തവങ്ങളെ പറ്റിയിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. സാധു സന്തോं का ऐसा व्यवहार कितना उचित था, സന്യാസിമാരെ ഇങ്ങനെ പെരുമാറുന്നത് എത്രത്തോളം ഉചിതമായിരുന്നു. ഇതും ഒരു വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എത്ര സ്ട്രോങ് ആയി എഴുതാൻ പറ്റുമോ അതുപോലെ മാർക്ക് കിട്ടും. ठाकुर बारी के महंत और अन्य साधु संत जब काका का अपहरण कर ठाकुर बारी ले आए, ഠാക്കൂർ ബാരിയിലെ മെഹന്തും മറ്റുള്ള സന്യാസിമാരും ഹരിഹർ കാക്കയെ അപഹരിച്ച് ഠാക്കൂർ ബാരി കൊണ്ടുവന്നു. और कुछ सादे तथा कुछ लिखे कागजों पर जबरन काका के अंगूठे का निशान लिया. പിന്നെ കുറച്ച് പ്ലെയിൻ പേപ്പറിലും എഴുതിയ പേപ്പറിലും ഫോർസിബ്ലി നിർബന്ധിപ്പിച്ച് ഹരിഹർ കാക്കയുടെ തമ്പ് ഇംപ്രഷൻ എടുത്തു. तब काका को संतों के उस व्यवहार का पता चला जो मुंह में राम बगल में चूरी वाली कहावत ചാരിതാർത്ഥ് करता है. അപ്പോൾ ഹരിഹർ കാക്കയ്ക്ക് ഈ സന്യാസിമാരുടെ ശരിയായിട്ടുള്ള പെരുമാറ്റം മനസ്സിലായി. എങ്ങനെയാണെന്ന്, വായിൽ രാമും അടുത്ത് കത്തിയും ഉള്ള ആ കഹാവത്ത്, ഈഡിയം ശരിക്കും ഇവിടെ സൂട്ടാവുന്നുണ്ട്. ചാരിതാർത്ഥ് കർത്താഹ എന്ന് പറഞ്ഞാൽ ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്, അവിടെ യോജിക്കുന്നുണ്ട് എന്നുള്ളത്. മുഹമ്മേ രാം ബഗൽമേ ചുരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ രാം എന്ന് പറയുക, അടുത്ത് കത്തി വയ്ക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത് ഒന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് ഇനിയൊന്ന്. പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്നാണ്, മനസ്സിൽ ഇനിയൊന്നാണ്. കാപഠ്യം, അത്രേ ഉള്ളൂ. उन्होंने आदर का पात्र बने महंत के बारे में सपने में भी नहीं सोचा था कि वे इस रूप में भी आएंगे. അദ്ദേഹം ആദർക്ക പാത്ര പറഞ്ഞാൽ നമ്മൾ ആദരിക്കേണ്ട ഒരാളാണ് അല്ലേ, കാരണം ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആ ക്യാരക്ടറാണ് മഹന്ത്. ആ മഹന്തിനെ പറ്റിയിട്ട് സ്വപ്നത്തിൽ കൂടി ഇതുപോലൊരു രൂപമായിരിക്കുന്ന വിചാരിച്ചിട്ടേ ഇല്ല. ജിസ് മെഹന്ത് കോ വഹ ആദരണീയ എവം ശ്രദ്ധേയ സമസ്തത്തെ, ഏത് മെഹന്തിനെയാണോ അദ്ദേഹം ആദരണീയനായും പറഞ്ഞാൽ ബഹുമാനിക്കാൻ അർഹതയുള്ള അതും ഭക്തിയുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനായി വിചാരിച്ചത്, വഹ മെഹന്ത് അബുനെ ഘൃണിത് ദുരാചാരി ഓർ പാപ്പി നസർ ആനേ ലഗ. ആ മെഹന്ത് തന്നെ ഇപ്പം അദ്ദേഹത്തിന് ഘൃണിത്, വെറുക്കപ്പെട്ടവനും ദുരാചാരിയും പാപിയുമായിട്ട് തോന്നാൻ തുടങ്ങി. അബ് വഹ ഉസ് മെഹന്ത് കി സൂരത്ത് ബി ദേഖ്ന നഹി ചാഹത്തെ തേ. ഇപ്പം അദ്ദേഹം അങ്ങനെയുള്ള മെഹന്തിൻ്റെ മുഖം കൂടി കാണാൻ ആഗ്രഹിക്കുന്നില്ല. अब अपने भाइयों का परिवार मत की तुलना में उन्हें ज़्यादा पवित्र, नेक और अच्छा लगने लगा. ഇപ്പം അദ്ദേഹത്തിന് ഇവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ സഹോദരങ്ങളുടെ പരിവാർ, ഫാമിലി, മത്ത് കി തുലനാമേ പറഞ്ഞാൽ ബുദ്ധി കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പറഞ്ഞാൽ സഹോദരങ്ങളുടെ ഫാമിലി തന്നെയാണ് കൂടുതൽ പവിത്രവും, നേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത്, അതും നല്ലതും ആയിട്ട് തോന്നിത്തുടങ്ങുന്നത്.
തോന്നി തുടങ്ങി. സാധു സന്ത് ജോ മോഹമായ സെ ദൂർ എവം പരോപകാരി പ്രവൃത്തിക്ക് സംജെ ജാത്തെ ഹെ. സന്യാസിമാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് മോഹമായ, അവർക്ക് ഇങ്ങനത്തുള്ള മോഹങ്ങളൊന്നും ഇല്ലാതെ ഇതിന്നെല്ലാം ദൂരെ പരോപകാരികളുടെ പരോപകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ട് നടക്കുന്ന ആൾക്കാരാണ് അല്ലേ, അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. ഉൻകെ ദ്വാര ऐसा വ്യവഹാർ ഹർ ദൃഷ്ടി സെ അനുചിത്ത. അതുകൊണ്ട് അവർ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നത് തീർത്തും അനുചിതമാണ്, യോജിച്ചതല്ല. നേരെ മറിച്ച് ഫാമിലിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ സാധാരണ ആൾക്കാരാണ്, അവരങ്ങനെ ചെയ്താലും ഇത്ര തെറ്റ് നമുക്ക് പറയാനില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആപ് ഹരിഹർ കാക്കയ്ക്ക് ഭായി കി ജഗ ഹോത്തെ തോ ക്യാ കർത്തെ. നിങ്ങൾ ഹരിഹർ കാക്കയുടെ ബ്രദറിൻ്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതും ഒരു വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുന്ന നമ്മളുടെ ഓണിൽ നമുക്ക് എന്ത് വേണോ എഴുതാം. യദി മേ ഹരിഹർ കാക്കയ്ക്ക് ഭായി കി ജഗ പർ ഹോത്താ തോ ഹരിഹർ കാക്കാസെ പൂർണ്ണതയാ സഹാനുഭൂതി രക്ത. ഞാൻ ഹരിഹർ കാക്കയുടെ ബ്രദറിൻ്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഹരിഹർ കാക്കയോട് മുഴുവനായിട്ടും സഹാനുഭൂതി വയ്ക്കും. മേ മൻ മേ യഹ് സദാ ബിഠായി രക്ത കി ഹരിഹർ കാക്ക की पत्नी इस दुनिया में नहीं है. ഞാൻ ഇത് മനസ്സിൽ എപ്പോഴും വെക്കും, അതിൻ്റെ അർത്ഥം ഓർമ്മിക്കും. എന്താണ് വെച്ചാൽ ഹരിഹർ കാക്കയുടെ ഭാര്യ ഈ ലോകത്തിലില്ല. ഓർ ന ഉൻകി അപ്നി കൊയ് സന്താൻ, പിന്നെ അവരുടെ സന്താനങ്ങളും ഇല്ല, മക്കളും ഇല്ല. പരിവാർ കാ സദസ്യ ഓർ സഹോദർ ഭായി ഹോനെ കെ കാരൺ, ഞാൻ ആ ഫാമിലി മെമ്പറും പിന്നെ സഹോദരനും ആയ കാരണത്താൽ ആകുന്നതിനാൽ മേ ഉൻകെ മൻമേ യഹ് ഭാവന ആനേ ഹി ന ദേത്താ കി, ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഭാവന വരാനേ സമ്മതിക്കില്ല. എന്താണ്, വേ ഭരെ പുരേ പരിവാർ മേ അക്കേലെ ഹോക്കർ രഹ ഗയേ. അദ്ദേഹം ഈ നിറഞ്ഞ ഫാമിലിയിൽ ഒറ്റയ്ക്കാണ് പറഞ്ഞ ആ ഒരു ലോൺലിനെസ് ഫീൽ ആവാനേ സമ്മതിക്കില്ല. മേ ഉൻകെ ഖാനെ ഓർ ഉൻകി ഹർ സുഖ സുവിധ കാ പൂരാ ധ്യാൻ രക്ത, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലും ബാക്കിയുള്ള എല്ലാ സുഖങ്ങളിലും ശ്രദ്ധിക്കും. ऐसा मैं उनकी ज़मीन जायदाद के लोभ में नहीं करता. അദ്ദേഹത്തിൻ്റെ ലാൻഡും പ്രോപ്പർട്ടിയൊക്കെ പിന്നെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹവും അങ്ങനെ ഒന്നും ഞാൻ കാണിക്കില്ല. ബൽക്കി പാരിവാരിക് സദസ്യ സഹോദർ ഭായി ഹോനേക്ക് അലാവ, അത് മാത്രമല്ല ഫാമിലിയിലുള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ആണ് എന്നുള്ളത് കൂടാതെ മാനവതാക്കെ ആധാർ പർ ബി കർത്ത, മനുഷ്യത്തിൻ്റെ ബേസിലും ഞാൻ വേണ്ടത് ചെയ്യും. മേ അപ്പനെ പരിവാർ കെ അന്യ സദസ്യോं से കാക്ക കെ സാത്ത് അച്ഛ വ്യവഹാർ കർണേ കെ ലിയേ കെഹത്ത, ഞാൻ പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും ഹരിഹർ കാക്കയുടെ അടുത്ത് നല്ലതായിട്ട് പെരുമാറാൻ പറയും. താക്കി ഉന്നെ ഠാക്കൂർ ബാരി ജैसी जगह जाने और महंद जैसे ढोंगियों के बहकावे में आने की स्थिति ही न आती. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ഈ ഠാക്കൂർ ബാരി പോലുള്ള സ്ഥലങ്ങളിൽ പോകാനും ഈ മെഹന്ദിനെ പോലുള്ള കപടന്മാരെ, ഢോങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛൽ കപ്പട്ട് എന്ന് വെച്ചാൽ ഫ്രോഡ് അത്രേ ഉള്ളൂ, അങ്ങനത്തെ ഉള്ളവരുടെ പിന്നെ വാക്കുകളിലൊന്നും വീഴാനുമുള്ള സ്ഥിതിയെ വരില്ലായിരുന്നു. മേ ഉന്നെ ഖാന ഖിലാക്കർ സ്വയം ഖാത്ത, ഞാൻ അദ്ദേഹത്തിന് ആദ്യം ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. തഥാ ഉൻകെ സാത്ത് കോയി ഭേദഭാവ് ന ഹോനെ ദേത്ത, പിന്നെ അദ്ദേഹത്തിനടുത്ത് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ നോക്കും.